ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു സിറിയയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, രണ്ടാമത്തെയും മൂന്നാമത്തെയും സിറ്റി അവിടുത്തെ സുന്നി റിബൽസ് മിലീഷ്യ ഗ്രൂപ്പ്, അതായത് ISIS അൽ ഖൈദയിൽ നിന്ന് മാറിപ്പോയ ഒരു ഗ്രൂപ്പ്, അതായത് തീവ്രമായ ഇസ്ലാമിക സംഭവമുള്ള ഗ്രൂപ്പ് അത് പിടിക്കാൻ പോകുന്നു. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അലിപ്പോ എന്ന് പറഞ്ഞ നഗരം, അതായത് സിറിയയുടെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സിറ്റിയാണ്. അത് വീണപ്പോഴേ മനസ്സിലാക്കണം ഇത് ഡമാസ്കസ് കയറി പിടിക്കും. അപ്പോൾ പല ആളുകൾ പറഞ്ഞു റഷ്യ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്, ബോംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഈ എയർ ഇൻ്റലിജൻസും ഗ്രൗണ്ട് ഇൻ്റലിജൻസും ഇല്ലാതെ എയർ സ്ട്രൈക്ക് നടത്തിയോടെ കാര്യമൊന്നുമില്ല. അത് സിവിലിയൻസ് ആണ് കൂടുതൽ മരിക്കാൻ പോകുന്നത്. കാരണം ഇവർ ട്രെയിൻഡാണ്, ഈ മിലീഷ്യ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ശബ്ദം വരുമ്പോൾ എവിടെ ചെന്ന് ഒളിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അലിപ്പോവിലുള്ള പല സിറിയയുടെ കന്റോൺമെന്റ്, അതായത് ഡിഫൻസ് ക്യാമ്പുകളിൽ നിന്നും അവരുടെ വെപ്പണും ടാങ്കും എടുത്തിട്ടാണ് ഡമാസ്കസിലോട്ട് പോകുന്നത്. കാരണം അവരെല്ലാം കീഴടങ്ങി. കാരണം സിറിയയിലെ സാമ്പത്തിക ക്രൈസിസ് വന്നു കഴിയുമ്പോൾ പട്ടാളം അതാണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയത്. കാരണം അവർക്ക് കൊടുക്കാൻ സാലറി ഇല്ല, പണപ്പെരുപ്പം കൂടുതലായി, സാമ്പത്തികമായിട്ട് ഞെരുങ്ങി. പിന്നീട് ചെറുപ്പക്കാരെയും അൺഎംപ്ലോയിഡ് യൂത്തുകളെ വെറുതെ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ട്, കാരണം വെപ്പൺസും ഇല്ല. കാരണം ഇത് വെപ്പൺസ് എല്ലാം ഇവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ആദ്യം ഈ വാറിൻ്റെ കോമ്പിനേഷൻ മനസ്സിലാക്കണം, ഇതിന് ഫോർമാറ്റ് എങ്ങനെയാണെന്ന്. സിറിയ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവർക്ക് നേരത്തെ വെപ്പൺസ് കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്ന റഷ്യയാണ്. പക്ഷെ റഷ്യയുടെ കാര്യം അതിനേക്കാളും വലിയ ഗതികേട്. കാരണം അവരവിടെ ഉണ്ടായിരുന്ന പല ബേസുകളും അവർ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് മാറ്റി. അവർക്ക് റഷ്യക്ക് വെപ്പൺസ് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് വെപ്പൺസിൻ്റെ ഷോർട്ടേജായി. പിന്നെ അവരുടെ ഈ സിറിയയിൽ റഷ്യ ഉപയോഗിക്കുന്ന ചില ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് പോയി, കാരണം ആ ക്യാമ്പ് ഏകദേശം 100-600 പേരേ ഉള്ളൂ ആ ബേസിൽ, അത് ഡമാസ്കസിൽ. പക്ഷേ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഫീഡിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം, അത് കൊടുക്കാൻ ആളില്ല. എവിടോ പോയി ബോംബ് ചെയ്തു, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് ചെയ്ത ശേഷമാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സിറ്റി പിടിച്ചത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഹം എന്ന് പറഞ്ഞ ആ സിറ്റി പിടിച്ചപ്പോഴേ, ഹമ എന്ന് പറഞ്ഞ ആ സിറ്റി പിടിച്ചപ്പോഴേ മനസ്സിലായിക്കോണം ഡമാസ്കസ് കയറി പിടിക്കും. പിന്നെ അത്രേ ദൂരമേ ഉള്ളൂ. കാരണം ക്രൂഷ്യലായിട്ടുള്ള സംഭവമാണിത്. പിന്നീട് ഇറാന്റെ സംഭവം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വളരെ. കാരണം ഇറാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും സിറിയയെ സഹായിക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ ഇവനെ അടിച്ചങ്ങ് നാശമാക്കി. ഇപ്പം ഇവർക്ക് ഫ്രണ്ട് ലൈൻ നിൽക്കേണ്ട ഹിസ്ബുള്ളയുടെ വെടി അങ്ങ് തീർത്തു കൊടുത്തു. ഹിസ്ബുള്ള എവിടെ പോവും? ഹിസ്ബുള്ളയുടെ ഒന്നുമില്ല. കാരണം അവൻ ഇരിക്കുന്ന അവൻ്റെ വെപ്പൺസും ചില മിസൈൽസും മാത്രമേ ഉള്ളൂ. അത് അവൻ്റെ സെൽഫ് ഡിഫൻസിന് വെച്ചിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും അത് പുറത്തിടാം, അപ്പം വന്ന് ഇസ്രായേൽ കൊണ്ട് ബോംബ് ചെയ്യും. അതായത് എക്സ്പോസ്ഡ് ആയിപ്പോയി സിറിയ. അതാണ് ഈ പറയുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത്, റഷ്യയുടെ സ്ഥിതി വളരെ മോശം. അവർക്ക് ഇവരെ സഹായിക്കാൻ പറ്റത്തില്ല. റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ആലോചിച്ച് നോക്കുക, ഇറാനിൽ നിന്നാണ് വെപ്പൺസ് കൊണ്ടുപോകുന്നത്. കാരണം അവൻ്റെ വെപ്പൺ തീർന്നിരിക്കും. ഇറാനിൻ്റെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ഡ്രോണും മിസൈൽസും ഒക്കെ റഷ്യ കൊണ്ടുപോവുക. എന്നിട്ടാണ് ഉക്രൈനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഇറാൻ എന്ന് പറഞ്ഞതിന് കിട്ടിയ അടി. ഇസ്രായേൽ 2.5 മണിക്കൂർ കൊണ്ട് ഇറാന്റെ പ്രതിരോധം തകർത്തു. അവൻ ഒരു കാരണവശാലും ഈ പറയുന്ന സിറിയ ആരെയും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ആലോചിച്ച് നോക്കുക, ഒരു മിലിഷ്യ ഗ്രൂപ്പാണ് ഈ പറയുന്ന HTS എന്ന് പറയുന്നത്. അങ്ങനെ സമ്മതിച്ചല്ലോ. അപ്പൊ ആ ഗ്രൂപ്പിനെ പോലും നേരിടാൻ കഴിവുള്ള ഒരു ഇറാനിയൻ പട്ടാളം ഇന്നില്ല. രാജ്യത്തിൻ്റെ കാര്യം കളയാൻ പിന്നീടാണ് ഇവർ ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് ആലോചിക്കേണ്ടതാണ്. എന്താണ് ഇന്നലെ രാത്രി ഇന്നും ഉണ്ടായ ഡെവലപ്മെന്റ്? റഷ്യ അവരുടെ ഗവൺമെന്റ്, അവരുടെ പട്ടാളം, ഏകദേശം 100-300 പട്ടാളക്കാരുണ്ട്. റഷ്യൻ എംബസി ഉണ്ട്, വളരെയധികം റഷ്യക്കാരുണ്ട് ഈ സിറിയയിലെ ഡമാസ്കസിൽ. അവരോട് ആ രാജ്യത്തുനിന്ന് പോകാൻ പറഞ്ഞു. എങ്ങോട്ടെങ്കിലും പോവുക, ഡമാസ്കസിൽ നിൽക്കുക. കാരണം ഈ സേന കയറാൻ പോവുകയാണ്. എന്താണ് ഇറാൻ ചെയ്തത്? അവരുടെ അവർക്കുണ്ട് ഏകദേശം 800-700 പേര്. കാരണം ഈ പ്രോക്സീസിനെ മുഴുവനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വെപ്പൺസ് ഒക്കെ കൊടുക്കുന്ന ഇത്രയും പേരുണ്ട് പട്ടാളക്കാർ, IRGCയുടെ. അവരോടും ഇറാൻ ആവശ്യപ്പെട്ടു
അവിടെ നിന്നും വൈൻഡപ്പ് ചെയ്യാൻ, അതായത് ഡമാസ്കസ് ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞവർ. ഇനി അതിൻ്റെ പുറകിലൊരു സംഭവം ഉണ്ടായി. എന്തുകൊണ്ടാണ് ആസാദ് ഈ രണ്ടെണ്ണത്തോടും പറഞ്ഞ് ഇവിടുന്ന് പോയിക്കോളാം? അവർ തന്നെ ഒഴിഞ്ഞു പോയി, പക്ഷെ ആസാദ് പറഞ്ഞു പോയിക്കോളാൻ. കാരണം ഇവരെ കൊണ്ട് ആസാദിനെ, സിറിയൻ അഡ്മിനിസ്ട്രേഷനെ, ഇപ്പൊ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, UAEയും സൗദി അറേബ്യയും ഈ ആസാദിന്റെ ഭരണവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ രണ്ടുപേരോടും അവിടുന്ന് പൊയ്ക്കോളാം. കാരണം ഈ സിറ്റി അവർ പിടിക്കാൻ പോവുകയാണ്. ആസാദ് അഡ്മിനിസ്ട്രേഷൻ പുതിയൊരു ഡിസിഷൻ എടുത്തു എന്നാണ് അറേബ്യൻ പത്രങ്ങളെല്ലാം, അതേപോലെ ഫ്രഞ്ച് പത്രം, ജർമ്മൻ പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരെന്താണ് പറയുന്നത്? അതായത് ആസാദ് അഡ്മിനിസ്ട്രേഷൻ UAE ആൻഡ് സൗദി അറേബ്യ ത്രൂ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ പറയുന്ന സുന്നി മിലിഷ്യ ഗ്രൂപ്പ് ആ തലസ്ഥാനം പിടിച്ചെടുക്കാൻ ഇടവരരുത്. അമേരിക്കയും ഇസ്രായേലും പറയുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അതായത് ആസാദ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു. ഇത് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇന്നലെ രാത്രിയിൽ, ഇന്ന് രാവിലെ ഉണ്ടായ ഡെവലപ്മെന്റ് ആണ്. അതായത് മനസ്സിലാക്കുക, October 7 ഹമാസ് ഈ കയറി ഇസ്രായേലി അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയുടെ ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറും. അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകാൻ പോവുകയാണ്. ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പരിസമാപ്തി എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം സമാധാനമായിരിക്കും. കാരണം മിലിഷ്യ ഗ്രൂപ്പ്സും പ്രോക്സി ഗ്രൂപ്പ്സും ഇറാൻ കൊണ്ടുവരുന്നത് അതിനെ തൊലയ്ക്കും. അതാണ് നമ്മുടെ ലെബനനെ കണ്ടു, ഹിസ്ബുള്ളയെ കണ്ടു, അവസാനം ഹൂത്തി ഇനി വരാൻ പോവുകയാണ്. സിറിയ നിങ്ങൾ ആരെങ്കിലും കണ്ടോ സിറിയയിൽ ഇതേപോലെ പ്രശ്നം ഉണ്ടാകുമെന്ന്? പക്ഷെ എനിക്കതറിയാതെ സിറിയയിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സിറിയയുടെ സിവിൽ വാർ, അതേപോലെ തന്നെ സുന്നി വിഭാഗക്കാർ ഒരു ഭാഗത്ത് ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടർക്കി. ഇവിടെയൊക്കെ മനസ്സിലാക്കുക, ടർക്കി എന്ന് പറഞ്ഞ രാജ്യം അവരിപ്പോൾ സൗദിയുമായിട്ടും UAEയുമായിട്ടും ഉടക്കിലോട്ട് പോയി. എങ്ങനെയാണ് ഈ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് ഓരോ ദിവസം കഴിയുമ്പോൾ ഫോർമേഷൻ നടത്തി മറ്റൊരു തലത്തിലോട്ട് പോവുക. നമ്മൾ ആലോചിക്കുകയൊന്നും ചെയ്യുന്ന ആ രീതിയിലോട്ടാണ് പോകുന്നത്. കാരണം ടർക്കിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് എന്തോ, അതായത് നോർത്തേൺ റീജിയൻ സിറിയയുടെ ഭാഗത്ത് എന്താണ് ഉണ്ടായത്? അവിടെ കർഡിഷ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ്. അവരാ ഭാഗം മുഴുവൻ അങ്ങ് പിടിച്ചെടുത്ത്. അതായത് സിറിയ എന്ന് പറയുന്ന 4-5 പീസായി അങ്ങ് മാറി. October 7 ശേഷമുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടുന്ന് ഏതൊക്കെ രീതിയിലാണ് മാറിയത്? അവസാനം അവിടുത്തെ സൂപ്പർ പവറായിട്ട് ഇസ്രായേൽ മാറി. ഇപ്പൊ ഇസ്രായേൽ നാളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആസാദ് ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പൊ ആസാദിന് ഇവ മറ്റുള്ള ഫോഴ്സ് കയറി, കാരണം അവിടെ ഇടപെടുവാണെങ്കിൽ അയാൾക്ക് പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയത് ഇസ്രായേലായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോയത്? അപ്പം അവസാനം പറയുന്നത്, കാരണം ഇസ്രായേലിന് ഇത് ഈ സിറിയയുമായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം ഇസ്രായേൽ ഒരു കാരണവശാലും സുന്നി ഗ്രൂപ്പുകളെയും ഷിയ ഗ്രൂപ്പിനെ അടുപ്പിക്കത്തില്ല. സുന്നി കുറച്ചും കൂടെ തീവ്രമാണ്. കാരണം ഹമാസ്, ഇതാണ് ഇവരുടെ കോമ്പിനേഷൻ. ഹമാസ് എന്ന് പറയുന്നത് സുന്നി ബേസ്ഡ് മിലിഷ്യ ഗ്രൂപ്പ്, ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഷിയ ബേസ്ഡ്. കാരണം ഇവർ ഒരാളെ അടിക്കാൻ വേണ്ടി ഇവരുടെ ബേസിക് ശത്രു ആരാണ്? ഇസ്രായേലല്ല, അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക അടിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ച് അവസാനം ഇവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ആയി. ലെബനൻ പീസുകളായി പോയി. അതേപോലെ പീസുകളായി മാറി സിറിയ. യമന്റെ കാര്യം നിങ്ങൾക്കറിയാം എന്താണ് ഉണ്ടായത്. അതാണ് പറയുന്നത്, ഒരു പ്രൊഫഷണൽ രാജ്യം, പ്രൊഫഷണൽ സൈന്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത്രയും ഭാഗത്ത് മുഴുവൻ അമേരിക്കൻ ബേസാണ്. സിറിയക്കകത്ത്, അത് ടർക്കിയുമായിട്ട് ചേർന്ന ഭാഗത്ത് അമേരിക്കൻ ബേസ് ഉണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് അൺപ്രഡിക്റ്റബിൾ അല്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തു. കാരണം മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയുടെ കംപ്ലീറ്റ് പൊളിറ്റിക്സും മാറും. ഈ കാണുന്ന ഭരണാധികാരികൾ മുഴുവനും പാവകളായിട്ട് മാറും. ഇപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും, അതായത് സൗദിയൊക്കെ സൗദിയും UAEയും ബേസിക്കലി ബ്രോക്കറിങ് നടത്തുന്നേ ഉള്ളൂ. കാരണം അവരെ വിട്ടിട്ടാണ് ഗെയിം നടത്തുന്നത്. ചിലപ്പം സൗദിയുടെയും UAEയുടെയും എയർക്രാഫ്റ്റ് കയറി ഈ സുന്നികളെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരെ മുമ്പിൽ നിർത്തി ഇവർ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് അധികം അമേരിക്ക ഗെയിം കളിക്കുന്നത്.
പക്ഷേ ഇസ്രായേലിൻ്റെ ബോർഡർ ഉണ്ട്, ഗോലൻ ഹൈറ്റ്സ്, സിറിയയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യം. അവരൊരു കാരണവശാലും ഈ സുന്നി മിലിഷ്യ അങ്ങോട്ട് കയറാൻ അവർ സമ്മതിക്കത്തില്ല. ഇപ്പോഴത്തെ സൊല്യൂഷൻ, അതായത് ആസാദിന് സംരക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലുമായി മാറി. അതിൻ്റെ ലക്ഷണമാണല്ലോ അവിടുന്ന് റഷ്യയും ഇറാനെയും അവിടുന്ന് പറഞ്ഞു വിട്ടു. കാരണം അയാൾക്കിപ്പോൾ ലൈഫ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അയാളും അല്ല ആ രാജ്യം തന്നെ ഇല്ലാതെ. ഒന്നാമത് ആ രാജ്യം പല ഭാഗങ്ങളായിട്ട് മാറി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർ പൊട്ടന്മാരാണ്. ഏതാ കേരളത്തിലെ പല സുഡാപ്പികൾക്കും ഇതെന്താ അത് പിടികിട്ടത്തില്ല. സിറിയ ഇപ്പോൾ അങ്ങ് അടിക്കും, ഹമാസ് ഇപ്പോൾ കയറി അങ്ങ് അടിക്കും, ഇസ്രായേലിനെ കൊന്നുകളയും, ഇറാൻ ഇപ്പം വന്ന് അമേരിക്ക കൊന്നുകളയും. മനസ്സിലാക്കുക. അതായത് ജിയോ പൊളിറ്റിക്സും പവർ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ ഈ ഈ ഈ ആയുധങ്ങളുടെ പവർ. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ വെപ്പൺസ് എന്ന് പറഞ്ഞ ബാട്ടയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ അവർ റിവ്യൂ ചെയ്യുന്ന റഷ്യൻ വെപ്പൺസ് എത്രമാത്രം റിലയബിൾ ആണ്. കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇവർ ഈ പറഞ്ഞ പോലെ ഫണ്ട് ചെയ്യാൻ, റിസർച്ച് ചെയ്യാൻ അവരുടെ വെപ്പൺസിന് അവർ തയ്യാറായിട്ടില്ല. അത് നമ്മൾ കണ്ടു. എന്താണ് ഉക്രൈൻ റഷ്യ വാറിൽ കണ്ടു, അതേപോലെ ഇറാനിൽ കണ്ടു. അപ്പം ഇവിടെയുള്ള കേരളത്തിലെ പല സുഡാപ്പികളൊക്കെ പറയുന്നത് ഇപ്പം കയറി റഷ്യ ഇടപെടും ഇറാന് വേണ്ടി. ഞാൻ പറയും ഒരു പുല്ലും ഇടപെടാൻ പോകുന്നില്ല. കാരണം റഷ്യക്കറിയാം അവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു, പിന്നെ അമേരിക്കയോടും ഇസ്രായേലിനോടും. കാരണം അവരോട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാതായി. അതാണ് അവർ ഉക്രൈനിക്ക് അവരുടെ റഷ്യയുടെ തന്നെ 10,000 കിലോമീറ്ററിനകത്ത് ഉക്രൈൻ എന്ന് പറഞ്ഞ പുതിയ രാജ്യത്തിൻ്റെ സൈന്യം ചെറുപ്പക്കാർ അത് കയറിയിട്ട് അത് തിരിച്ചു പിടിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതിനുവേണ്ടി നോർത്ത് കൊറിയ എന്ന സൈന്യത്തെ കൊണ്ടുവന്നു. ഏകദേശം ആദ്യം 10,000 പേര് വന്നു, അതിനകത്ത് 5,000 പേരും കൊല്ലപ്പെട്ടു. നിങ്ങളെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി എന്താണ് ഈ വാറിൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ റഷ്യ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ? ഇറാൻ്റെ സ്ഥിതി പറഞ്ഞു. അതായത് അവിടുത്തെ വെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ അത് ഇവിടുത്തെ ഡോമിനൻ്റ് പവറായിട്ട് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇസ്രായേൽ മാറി. അതാണ് October 7 കൊണ്ട് ഈ പൊട്ടന്മാർ ഇസ്രായേലിനെ സൂപ്പർ ഡൂപ്പർ പവറാക്കി മാറ്റി.